ഇൻട്രോവേർട്സ്, എക്സ്ട്രോവേർട്സ്, ഇതിനിടയിലെ ആംബിവേർട്സ് ഒക്കെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ശാന്തമായ ചുറ്റുപാടുകൾ ഇഷ്ടപ്പെടുന്ന, സാമൂഹിക ഇടപെടലുകൾ പരിമിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏകാന്തതയ്ക്ക് മുൻഗണന നൽകുന്ന ഇൻട്രോവേർട്സും, അതുപോലെ ആളുകളുമായി ഇടപഴകാനും സാമൂഹിക ചുറ്റുപാടുകളിൽ ആനന്ദം കണ്ടെത്താനും ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന എനർജിയുള്ള എക്സ്ട്രോവേർട്സും. ഈ രണ്ട് കൂട്ടരുടെയും നടുക്കായിട്ട് ആംബിവേർട്സ് ഉണ്ട്. അതായത് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നതിനോടും അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകളോടും ഒരേപോലെ താല്പര്യമുള്ള വ്യക്തികളാണ് ഇവർ. ഇപ്പോഴിതാ ഒരു പുതിയ ഗ്രൂപ്പ് കൂടി ഇന്റർനെറ്റിൽ ചർച്ചാ വിഷയമായി ഈ ഒരു ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. ആളുകളെ ഇഷ്ടമാണ്, പക്ഷേ ഗ്രൂപ്പുകളെ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടരാണ്. ഓട്രോവേർട്സ് ആണ് ഈ കൂട്ടർ. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റാമി കാമിൻസ്കി കണ്ടുപിടിച്ച ഈ വ്യക്തിത്വ സവിശേഷത വളരെ സൗഹാർദ്ദപരവും എന്നാൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെട്ടിരിക്കുന്നതായി തോന്നാത്തതുമായ ഒരു വ്യക്തിയാണ്. ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ സ്വയം എങ്ങനെ നിർവചിക്കുന്നു? ഡേറ്റിംഗ് ആപ്പുകളിലോ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങളോട് പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്. മറുപടിയായി നമ്മളിൽ മിക്കവരും ഒരു ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ ആണെന്ന് പറയുന്നു. ഇനി ആംബിവേർട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഇതാ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഓട്രോവേർട്ട്. ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായി ഇരിക്കുക എന്നതാണ് ഇതിനർത്ഥം. മറ്റുള്ളവർ എന്നർത്ഥം വരുന്ന ഓട്രോ എന്ന സ്പാനിഷ് പദത്തിൽ നിന്നാണ് ഈ ഒരു പദം വന്നിരിക്കുന്നത്. മറ്റുള്ളവരുമായി തങ്ങളുടെ വ്യക്തിത്വം ലയിപ്പിക്കേണ്ട ബാധ്യത ഓട്രോവേർട്ടുകൾക്ക് തോന്നുന്നില്ല എന്നാണ് ഡോക്ടർ റാമി പറയുന്നത്. ബാല്യത്തിലെ സാംസ്കാരിക കണ്ടീഷനിങ് വിവിധ ഐഡന്റിറ്റികളുമായും ഗ്രൂപ്പുകളുമായും നമ്മുടെ ബന്ധങ്ങളെ ഉറപ്പിക്കുന്നതിന് മുൻപ് നാം എല്ലാവരും ഓട്രോവേർട്ടുകളായി ജനിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.